ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ രൂപാന്തരീകരണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. ഈശോയുടെ രൂപാന്തരീകരണത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. സ്നേഹമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അല്ലെ. മോശയെ നമ്മൾ കാണുന്നുണ്ട്. അവൻ കൂടാരത്തിൽ പ്രവേശിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് ഭയമായിരുന്നു. കാരണം അത്രയേറെ തേജസ്സുള്ള ഒരു മുഖം. മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് പ്രശ്നമായിരുന്നു. കാരണം എന്താ? തേജസ്സോടുകൂടി നിൽക്കുന്ന മോശയെ നമ്മൾ കാണുന്നുണ്ട്. മുഖം അത്രയേറെ പ്രകാശിച്ചിരുന്നു അല്ലെ. ഈ പ്രകാശം, ഈ തേജസ് എവിടെ നിന്നാണ് ലഭിച്ചത്? ദൈവത്തോട് ചേർന്നിരിക്കുന്നവന്റെ മുഖം എപ്പോഴും പ്രകാശം പരത്തുന്നതായിരിക്കും. അവന്റെ മുഖത്തിന് എപ്പോഴും ഒരു തേജസ് ഉണ്ടായിരിക്കും. ഇത് വേറെ ആർക്കും നൽകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നമ്മുടെയൊക്കെ മുഖം ഈ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒന്നായിരിക്കണം. തേജസ് ഉള്ള മുഖം നമുക്കുണ്ടായിരിക്കണം. ഇത് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നൽകുന്നതാണ് ഈ തേജസ് ഉള്ള മുഖം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ബ്യൂട്ടി പാർലറിൽ പോയാൽ നമുക്ക് ലഭിക്കത്തില്ല. എത്രമാത്രം മേക്കപ്പ് ചെയ്താലും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഇത് കിട്ടണമെങ്കിൽ ആര് തരണം? എൻ്റെ ദൈവം തരണം. ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നത്. സ്നേഹമുള്ളവർ, ഈ ഒരു തേജസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുഖത്തിനുണ്ടോ എന്ന് ചിന്തിക്കണം. പൗഡറൊക്കെ ഇട്ട് വെളുപ്പിക്കാറുണ്ടല്ലേ, അതൊന്നും അല്ല തേജസ്. ബ്യൂട്ടി പാർലറിൽ പോയി നമ്മുടെ സൗന്ദര്യത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷെ യഥാർത്ഥ തേജസ് എനിക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. നമുക്കൊരു വസ്ത്രം ലഭിച്ചിട്ടുണ്ടല്ലേ. എവിടെയാണ് ലഭിച്ചത്? മാമോദീസായി ലഭിച്ച വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം, അതിന്റെ പരിശുദ്ധിയിൽ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപത്തിന്റെ കറകൾ അതില് ഒരിക്കലും പുരളരുത്. അത് പറ്റിയിട്ടുണ്ടെങ്കിൽ കുംഭസാരം എന്ന് പറയുന്ന കൂടാശയിലൂടെ അത് കഴുകിക്കടഞ്ഞുകൊണ്ട് പ്രകാശം പോലെ വെണ്മയുള്ള ഒരു വസ്ത്രം ധരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ പരിശുദ്ധി എൻ്റെ ഹൃദയത്തിനുണ്ടായിരിക്കണം, എൻ്റെ വസ്ത്രത്തിനുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് അന്ത്യവിധി നാളില് വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ മഹത്വമുള്ള തേജസ്സുള്ള ഒരു മുഖം നേടിയെടുക്കാനായിട്ട്, ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട്, പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയുള്ള വെണ്മയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.